നമസ്കാരം. ഞാൻ 10-15 ദിവസം കഴിഞ്ഞ് വെച്ചൊരു എപ്പിസോഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഈ എപ്പിസോഡ് ചെയ്യാനുള്ള കാരണം എനിക്ക് യുക്തിവാദികളോട്, അതായത് നിരീശ്വരവാദികളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ തോന്നിയപ്പോൾ ഞാൻ ഒരു എപ്പിസോഡ് ചെയ്യുകയാണ്. ഞാനും വ്യക്തമായിട്ടത് കേൾക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മതവിശ്വാസിയല്ല, പക്ഷെ ഞാനൊരു ഈശ്വരവിശ്വാസിയാണ് ഭയങ്കരമായിട്ട്. അത് എനിക്ക് മനസ്സിലായുമില്ല. എന്താണ് അങ്ങനെ എൻ്റെ മനസ്സിനങ്ങനെ തോന്നിപ്പിക്കുക? ദൈവം ഉണ്ടെന്ന് ചിന്തിക്കാൻ, ഇല്ലയെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇല്ലയെന്ന് ഉറപ്പായാലല്ലേ അത് അവിശ്വസിക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യത്തിൻ്റെ അവസ്ഥ ബേസ് എന്ന് പറയാം. കാരണം അമേരിക്കയൊക്കെ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അവരുടെ മാനേജർമാർ, അല്ലെങ്കിൽ അവരുടെ സയൻറ്റിഫിക്കായിട്ട് അതിൻ്റെ ഗ്യാങ്ങുകളുണ്ട്. അവരോട് അതിനെക്കുറിച്ചുള്ള അതിൻ്റെ ലാഭം നഷ്ടത്തെക്കുറിച്ചൊക്കെ അവർ ഡിസ്കസ് ചെയ്യും. നമ്മളിവിടെ പോയി അമ്പലങ്ങളിലും പള്ളികളിലും, അത് ഇസ്ലാം ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, അവിടെ പോയി അവർ പൂജ ചെയ്യും. അതൊരു വിരോധാഭാസമല്ലേ എന്ന് ഞാനൊരു 5 കൊല്ലം മുമ്പ് വരെ ചിന്തിച്ചു. അല്ല, കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പകൽഗാം യുദ്ധത്തോടു കൂടി ഇന്ത്യ 3-ാം ശക്തിയോ ഏകദേശം 1-ാം ശക്തി പോലെ ആയി. അതിൻ്റെ കാരണം അമേരിക്ക വേറൊരു രാജ്യത്തിന് സംബന്ധിച്ച് അവർക്ക് തോൽക്കാൻ മനസ്സില്ല. കാരണം തോറ്റാൽ വൈബ്രേഷനാവും അവർക്ക്. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സെല്ലാം തകരും. പക്ഷേ ഇന്ത്യക്കുണ്ടായ ഒരു ഗുണമാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. തോറ്റാലും ഒരു പ്രാർത്ഥനയിലൂടെ, അത് ആത്മീയതയിലൂടെ അതിനെ മറികടക്കാൻ പറ്റും. അതായത് വിദേശ പല രാജ്യങ്ങളും അത്ഭുതപ്പെടുത്തുന്നത് സാമ്പത്തികമായിട്ട് ഒന്നും അല്ലാതിരുന്ന കാലത്തും ഈ വൈവിധ്യമാർന്ന 10-300 ഭാഷ സംസാരിക്കുന്ന, അല്ലെങ്കിൽ 3000 ഭാഷ സംസാരിക്കുന്ന, 3000 മതങ്ങളുള്ള, പരസ്പരം ഭാഷ അറിയാത്ത ഈ രാജ്യത്തെ എങ്ങനെ ഒന്നിച്ചു നിർത്തുന്നു എന്നുള്ളത് ആത്മീയതയിലൂടെയാണെന്നാണ് എനിക്കിപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല, നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ വിക്ഷേപിച്ചാൽ, അതായത് യുദ്ധ ഉപകരണങ്ങളോ ആറ്റബോംബൊക്കെ വിക്ഷേപിച്ചാൽ നമ്മൾ ഈ ദൈവത്തെ മുൻനിർത്തി കാണും. അബ്ദുൽ കലാം സാറാണ് ഇതിൻ്റെയൊക്കെ പിറകിൽ പ്രവർത്തിച്ച ഒരു വലിയൊരു ബുദ്ധി കേന്ദ്രം. അദ്ദേഹവും അത് വിശ്വസിക്കുന്നു. അദ്ദേഹം പറയുന്ന വാക്കുകളെല്ലാം യുക്തിപരമാണ്. പക്ഷേ അദ്ദേഹവും ഭയങ്കര ദൈവവിശ്വാസിയാണ്. അതിൻ്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മീയതയിലൂന്നി, അതാണ് വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ യോഗയൊക്കെ നമ്മുടെ ഇതൊക്കെ കൊണ്ടുപോകാൻ കാരണം മനസ്സിനെ ഇടയ്ക്ക് നിർത്താൻ. തലകുത്തി നിന്നുകൊണ്ടുള്ള യോഗയുടെ ആവശ്യമൊക്കെ മാറി. കാരണം അത് തലച്ചോറിലേക്ക് രക്തം കയറാൻ പാടില്ല എന്നൊക്കെ മനസ്സിലാക്കി അതിനെ സയൻറ്റിഫിക്കായിട്ട് അതിൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ധ്യാനത്തിലേക്കൊക്കെ മാറി. കാരണം അത് നമുക്ക് പ്രാക്ടീസായി. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത്, ഇൻസ്റ്റാഗ്രാമിൻ്റെ ഓണേഴ്സ് വലുതായിട്ട് പ്രൊമോട്ട് ചെയ്യാത്തതും ബില്യൺ വ്യൂവേഴ്സ് ഉണ്ടായാലും അതിൽ നിന്ന് വലിയ വരുമാനം ഉണ്ടാകാത്തതിൻ്റെ കാരണം ഈ കൊച്ചു പിള്ളേരുടെ തരികിടകളാണ് ഇതിനകത്ത് മൊത്തം. ഞാനത് ഭയങ്കരമായിട്ട്, പക്ഷേ ഫേസ്ബുക്കിനതല്ല. ഫേസ്ബുക്ക് പക്ക നീറ്റാണ്, അത് വളരെ നല്ല രീതിയിലാണ് പോകുന്നത്. എല്ലാം നമ്മളൊരു ബാഡ് കമൻ്റ് ഇട്ടാൽ നമ്മളെ വാൺ ചെയ്യുകയും അതവർ ശ്രദ്ധിക്കുകയും നമ്മുടെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഫേസ്ബുക്ക് പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നു. ഫേസ്ബുക്ക് തന്നെ നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നു. ഭയങ്കരമായിട്ട് നമുക്ക് എന്തെങ്കിലും സാമ്പത്തികം ഉണ്ടാകാനും ശ്രമിക്കുന്നു. ഒരാളുടെ സമയം വേസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും. പക്ഷേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ കാവടിയൊക്കെ കാണിക്കുന്ന പിള്ളേർ കുറച്ച് ആൾ അതിന് പിന്മാറുന്നതിൻ്റെ കാരണം, എന്നിട്ട് നല്ല രീതിയിൽ അവർ ഇതൊക്കെ ഇടാൻ കാരണം അവർ വൈകുന്നേരം വീട്ടിലാണ് ഇരുന്നത്. അവരെന്തൊക്കെ ഇൻസ്റ്റാഗ്രാമിലോട്ട് ചെയ്താലും രാത്രിയാകുമ്പോൾ അവരുടെ ഉള്ള ഒരു അബദ്ധത്തിൽ പെടുമ്പോൾ തേങ്ങുന്നു. അത് ഇന്ത്യൻ ജനതയ്ക്ക് ഭയങ്കരമാണത്. ഇന്ത്യയിലെ കുട്ടികൾ വലുതായിട്ട് തെറ്റി പോകാത്തതിൻ്റെ കാരണമാണ്. ഇവരെന്തൊക്കെ ചെയ്താലും വൈകുന്നേരം ചെന്ന് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ചെല്ലുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുണം, ബ്രിട്ടീഷുകാർക്ക് പണ്ടും അത്ഭുതമായിരുന്നു. കാരണം ഇന്ത്യയിലെ ഈ എന്ത് ചെയ്താലും കുടുംബത്തിലധിഷ്ഠിതമാണ് ഇതൊക്കെ. അതായത് അവരുടെയൊക്കെ ഒരു വ്യക്തിയാണ് അവരുടെയൊക്കെ അടിസ്ഥാന ഘടകം. ചില രാജ്യങ്ങളിൽ പട്ടാളമാണല്ലോ അടിസ്ഥാനം, ചൈനയിലൊക്കെ. ഇന്ത്യയിലല്ല. ഇന്ത്യയിൽ ചൈനയല്ല പ്രഥമ ഘടകം, കുടുംബമാണ്, വ്യക്തിയിലുമല്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ വൈകുന്നേരം അച്ഛനും അമ്മയും വഴക്ക് പറയും. സ്നേഹത്തോടുള്ള ശാസനയുണ്ട്. പിന്നെ വൈകുന്നേരം ഒരു പ്രാർത്ഥനയുണ്ട്. അത് അപ്പോൾ ഞാൻ ഈ പല മതവിശ്വാസങ്ങൾക്കെതിരെയും പല സംഘടനാചാരങ്ങൾക്കെതിരെയൊക്കെ പറഞ്ഞിട്ട് എന്നോട് ആർക്കും വിരോധമില്ല.
അപ്പം ഞാൻ വിചാരിച്ചു ഇവരെന്താ, ഞാൻ വിചാരിച്ചു ഇവരൊക്കെ എനിക്ക് വലിയ ആകാത്തതിൻ്റെ കാരണം അവർ പറയുന്ന അവനോട് ദൈവം പൊറുക്കട്ടെ എന്നായിരിക്കും ഒന്നെങ്കിൽ, ഇല്ലെങ്കിൽ അവൻ പറയുന്നതിൽ ശരിയുണ്ടല്ലോ കുറച്ചെങ്കിലും ആയിരിക്കും. കാരണം അവർക്ക് ആത്മീയതയിലൂന്നിയുള്ള ഒരു അവസ്ഥയാണ് ഇന്ത്യൻ ജനതയുടെ. അതാണ് ഇന്ത്യൻ ജനതയ്ക്ക് തോറ്റാലും അവർക്ക് ജയിക്കാൻ പറ്റും. കാരണം അവർ ക്ഷമിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഇത്രയും പേര് ആക്രമിച്ച് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട ഒരു ഈ നേപ്പാൾ എന്ന് പറഞ്ഞ രാജ്യം ആരുടെയും അധീനതയിൽ ഒരിക്കലും ജീവിച്ചിട്ടില്ല. പക്ഷെ ഇന്ത്യ എത്ര പേരുടെ, എന്നിട്ടും ഇന്ത്യക്കാർ തന്നെയാണ്. ഞാൻ ഇന്നലെ ഒരു ഓട്ടോയിൽ വന്നപ്പം ഒരു മുസ്ലിം ഒരാളുടെ കൂടെ അയാൾ പറഞ്ഞ എത്ര തത്വജ്ഞാനപരമായിട്ട്, ഞാൻ ചുമ്മാ തമാശ ചോദിച്ചു, നിങ്ങൾ പാകിസ്ഥാൻ വിഭജിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ശ്രമിച്ചില്ലേ, എന്നിട്ട് തന്നെ വിഭജിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പോകാത്തതെന്ന് ചോദിച്ചു. അത് ഞങ്ങളെല്ലാം ഈ രാജ്യക്കാരാണ്, ഞങ്ങൾക്ക് ഇതിനോടാണ് കൂടാതെ ഞങ്ങൾ സത്യം മനസ്സിലാക്കി അന്നേരമാണത് എന്നിട്ട് ഞാനൊരു 10 മിനിറ്റ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് സംസാരിച്ചു. ആർക്കും ആരോടും വിരോധമില്ല. കാരണം എന്ത് ചെയ്താലും ക്ഷമിക്കാനുള്ള, സഹിക്കാനുള്ള, തോറ്റുപോയാലും സഹിക്കാനുള്ള, ക്ഷമിക്കാനുള്ള. ഞാൻ ഇടയ്ക്ക് സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയില്ലേ, അദ്ദേഹവും പറഞ്ഞ് അദ്ദേഹം ഒരു മതവിശ്വാസിയല്ല. അയാൾ ഇനി ഉപദേശിച്ചത് ബുദ്ധമതത്തെ അടിസ്ഥാനത്തിൽ നിർത്തിയാണ്, ബുദ്ധൻ്റെ വാക്കുകൾ. കാരണം അതിനകത്ത് കാരണമാണ് പറയും. ഒരു ചിന്തിക്കുക, നബിയും ക്രിസ്തുവും ഒക്കെ അതിന് ശേഷം ഒരാളുണ്ടായിട്ടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ട് ഇവിടുത്തെ ബുദ്ധരൊക്കെയാണ്. അതൊക്കെ ഇന്ത്യയിലാണ്. ഇന്ത്യയുടെ ഇതൊക്കെ പഠിക്കാനായിട്ട് ഇവിടെ വരണമെങ്കിൽ ഈ ബുദ്ധനെ പോലെ ചിന്തിക്കാൻ കഴിയണമെങ്കിൽ അതിനൊക്കെ ശേഷം ആരും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പല ദൈവങ്ങളൊക്കെ വന്നാലും, എത്ര ദൈവങ്ങൾ വന്നാലും നമ്മുടെ ഈ മഹാഭാരതത്തെയൊക്കെ ഞാൻ നോവലെന്നൊരു പ്രാവശ്യം ഉപയോഗിച്ചു. എന്നിട്ടും ആരും എന്നോട് പ്രതികരിച്ചില്ല. കാരണം എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ട് പ്രതികരിച്ചില്ല. കാരണം അത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുപോലൊരു ക്ലാസിക് ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മളുടെ ഒരു സിറ്റുവേഷൻ അതാണ്. കാരണം നമ്മുടെ ഇന്ത്യയിൽ കുടുംബത്തിലധിഷ്ഠിതമാണ് നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം ബേസ് ചെയ്യുന്നത്. അത് ഈ ഇസ്രായേലിയുടെ ഈ ആയുധങ്ങളെല്ലാം ചെയ്യുമ്പോൾ അവരെപ്പോഴും ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും. കാരണം അവരുടെയാണ് ഏറ്റവും ടോപ്പായിട്ട് അവരുടെ ആയുധങ്ങളാണ് നിൽക്കുന്നത്. റഷ്യ അങ്ങനെ ചെയ്യും. മറ്റ് ചില രാജ്യങ്ങൾ എത്ര ഉയരാൻ ശ്രമിച്ചാലും ചൈനയുടെ ഒക്കെ തന്നെ പറയാം, പൊട്ടയായി പോകുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ ചൈനയുടെ സൈക്കോളജിക്കലായിട്ട് നമുക്ക് അവരുടെ രഹസ്യങ്ങളൊന്നും അറിയാനൊക്കില്ല. പക്ഷെ അവരുടെ ജനങ്ങൾക്ക് മനസ്സമാധാനം കുറവാണെന്നാണ് പറയുന്നത്. മനസ്സമാധാനം കുറവാണെന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവരൊരു നട്ട് ബോൾട്ട് അതങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. എല്ലാം ഇരുമ്പ് തുരുമ്പ്, അതേ ബേസിൽ പ്ലാസ്റ്റിക് ഇതൊക്കെ കൂട്ടി അതിൻ്റെ എല്ലാം പിന്നിൽ നമ്മുടെയൊക്കെ നമ്മുടെ രാജ്യത്തിൽ മുന്നേറാൻ കാരണം നമ്മുടെ ആത്മീയതയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ഇങ്ങനെ പരിണാമത്തിൽ നിന്ന് മാത്രം ഉണ്ടായതാണ്. പരിണാമത്തെക്കുറിച്ച് ഞാൻ പരിണാമ സിദ്ധാന്തത്തിൻ്റെ മൊത്തം ഞാൻ വായിച്ചതാണ്. അത് നിങ്ങളൊന്നും വായിക്കാതെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടുന്ന് വിവേകാനന്ദൻ ചെന്ന് പക്ക മതാടിസ്ഥാനത്തിലുള്ള സംഭാഷണമാണ് അവിടെ നടത്തിയത്. എന്നിട്ടും അത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടു. ഇന്ത്യ പോലെ ഒരു രാജ്യത്തിന് കാവ്യ കൊടുത്തു വന്ന ഈ മനുഷ്യൻ എന്താണെന്ന് മനസ്സിലായത്. കാരണം ആത്മീയതയൊന്നും അതാർക്കും എതിർക്കാൻ പറ്റുന്നില്ല. അതാണ് അതിൻ്റെ മേന്മ. അതിൻ്റെ ഒരു മേന്മ അതാണ്. കാരണം അത് ഈ കാലഘട്ടത്തിലാണ് ഇത്രയും നമ്മൾ ഈ പൂജിച്ചുമൊക്കെ 5 കൊല്ലം മുമ്പ് ഞാൻ ചിന്തിച്ചോളൂ, അല്ലെങ്കിൽ 3 കൊല്ലം മുമ്പ് ചിന്തിച്ചത് ഈ ആത്മീയതയിലൂന്നി ഉള്ള എന്തിനാണ് ഇത്ര, നമുക്കും സയൻറ്റിസ്റ്റിനെ കണ്ടാൽ പോലെ, അതുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞന്മാരെ കണ്ടാൽ പോലെ എന്ന് ഞാൻ ചിന്തിച്ചു. അതല്ല, ഈ ആത്മീയതയ്ക്ക് ഒത്തിരി പവറുണ്ട്. ആ പവറും മനസ്സിൻ്റെ ബലമാണ്. നമ്മുടെ ഈ പാകിസ്ഥാനിൽ പോലും പല ജൂതന്മാരാണ് പല ടെക്നിക്കുകൾക്കും പറഞ്ഞു കൊടുക്കുന്നു. അവിടെ ഒത്തിരി പേരുണ്ട് അവിടെ സഹായിക്കാനൊക്കെ ഇസ്രായേലികൾ. പക്ഷേ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ആൾക്കാരാണ് എല്ലാം ചെയ്യുന്നത്. നമ്മുടെ ആൾക്കാർ ഒരു വിവേചനവും ഇല്ലാതെ നമ്മുടെ ഇന്ത്യക്കാർ തന്നെ നമ്മുടെ ഈ എല്ലാ പുരോഗമനങ്ങളും യുദ്ധമായിക്കോട്ടെ എന്തിനും ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സസ് മറ്റുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കാരെ ഡിപ്പെൻഡ് ചെയ്യാൻ കാരണം വിശ്വസ്തരാണ് ഇന്ത്യ ഏതെങ്കിലും രാജ്യത്തെ ചതിക്കുമെന്ന് ഒരു രാജ്യവും വിശ്വസിക്കുന്നില്ല. ലോകത്തിലെ ഏത് രാജ്യത്തെയും വിശ്വസിച്ച് ഒരു കാര്യം, ഒരു ആശ്രയം എടുക്കുന്നതിനോ ഒരു യുദ്ധത്തിന് കൂട്ടുനിൽക്കുന്നതിനോ എന്തെങ്കിലും കാര്യത്തിൽ ഇന്ത്യ ചതിക്കില്ല. ഇന്ത്യയുടെ അത് ആത്മീയതയിലൂന്നിയതാണ്. പിന്നെ ഒന്ന് ഞാൻ ഈ പരിണാമം എന്നൊക്കെ പറയുമ്പം ഈ
ദൈവത്തെ ബേസ് ചെയ്ത് പറയട്ടെ, ഈ പരിണാമ ബേസിൽ ഇങ്ങനെ ഭൂമി ഉണ്ടായതിൽ കുറേ മനുഷ്യരുണ്ടായി, കുറേ വിശ്വാസങ്ങളുണ്ടായി എന്നൊക്കെ പരിണാമ ബേസിൽ ഇത് ആർക്കാണ് ഇത്ര സൂക്കേട് കൊണ്ട് മനുഷ്യനുണ്ടാകുന്നത്? ആർക്ക് എല്ലാത്തിനും ഇങ്ങനെ സൂക്കേടാണ്. പിന്നെ ഭൂമിയിലും കൂടെ മനുഷ്യരില്ല. അതിനകത്ത് ദൈവികതയുണ്ട്. എന്തോ ദൈവം കരുതിയിട്ടാണ്. കാരണം ഏതെങ്കിലും മറ്റ് പാലാഴി എന്നും പറഞ്ഞ് ഇങ്ങനെ കോടിക്കണക്കിന് കിടക്കാണ്. അവിടെയൊക്കെ ഏതെങ്കിലും ഒരിടത്ത് ജീവൻ കാണും. പക്ഷേ ഒരിക്കലും പരസ്പരം കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം പ്രകാശക്ക വേഗതയിൽ പോകുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതിനൊക്കെ വേഗത നമുക്ക് പോകാനും പറ്റില്ല. അപ്പോൾ എത്ര പ്രകാശവർഷ അകലെയാണത് കിടക്കുന്നത്? ഒരിക്കലും നടക്കില്ല അത്. ഏലിയൻസ് വന്നെന്നും അവിടുന്ന് അന്യഗ്രഹ ജീവിതം ഇതൊക്കെ ചുമ്മാ പറഞ്ഞതാണ്. ബർമുഡ ട്രയാങ്കിൾ എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. ചുമ്മാ ഏതോ ഒരു സ്ഥലമാണ്. അവിടെ ഒരു കപ്പലും മുങ്ങിയിട്ടില്ല. 5 വിമാനം പോയി കാണാതെ പോയത് അത് ഇന്ധനം തീർന്ന് എതിർദിശയിൽ പോയതിനെയാണ് ഈ പറയുന്നത്. അല്ലാതെ ബർമുഡ ട്രയാങ്കിളിൽ 5 വിമാനമൊന്നും ആരുടെയും പോയിട്ടില്ല. 6 വിമാനമൊന്നും താഴ്ന്നിട്ടില്ല. അതുപോലെ അന്ധവിശ്വാസമാണ്. അത് ആർക്കാണ് ഇത്ര സൂക്കേട്? അതിനകത്ത് ദൈവികതയുണ്ട്. നമ്മൾ ഇരിക്കുന്നു. നമ്മൾ ഈ വൈകുന്നേരം വന്നിരിക്കുമ്പം നമ്മളെന്ത് തോന്നിയ വശം കാണിച്ചാലും ഉള്ളു നീറും. അതാണ് നമ്മുടെ ഇന്ത്യയുടെ അടിസ്ഥാനം. നമ്മളെന്ത് തെറ്റ് ചെയ്തിട്ട് വന്നാലും ഏത് വൃത്തികെട്ടവൻ്റെ ഉള്ളൊന്ന് നീറും. അത് മനസ്സിലാക്കിയാണ് ഇന്ത്യയുടെ ശാസ്ത്രം വളരുന്നത്, ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ വളർച്ച. അതുകൊണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിൻ്റെ ആത്മീയതയിൽ നിന്നാണ്. അതാണ് നമ്മൾ ആ രീതിയിൽ തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇത് പറയുമ്പോഴും പറയാം, ഞാനൊരു മതവിശ്വാസിയല്ല. പക്ഷേ ദൈവത്തെ കൂടുതൽ വിശ്വസിക്കാനും ഇവിടുത്തെ വിശ്വാസങ്ങളെ, സങ്കല്പങ്ങളെ, ആചാരങ്ങളെ ഏത് മതത്തിൻ്റെ ആയിക്കോട്ടെ അംഗീകരിക്കാനുമുള്ള കാരണം ഇത് തന്നെയാണ്. ഈ ഒരു എപ്പിസോഡ് ഇങ്ങനെ പറയേണ്ടി വന്നത് യുക്തിവാദിക്കുള്ളൊരു മറുപടിയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ കാണാം.